അമേരിക്കയുടെ അധികം പറക്കാത്ത ഒരു വിമാനം ഇപ്പോൾ അടുത്തിടെ പറക്കുന്നു. അത് വലിയ ശ്രദ്ധേയകരമായല്ലോ. അല്ല, അധികം പറക്കാത്ത വിമാനമൊന്നുമല്ല. ഭൂമിയിലെ അമേരിക്കയുടെ ആണവ കേന്ദ്രങ്ങളൊക്കെ തകർന്നു പോയിരിക്കട്ടെ. പിന്നെ അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കയുടെ സൈനിക നേതൃത്വമൊക്കെ ആകാശത്തായിരിക്കും. അങ്ങനെ വേണം പറയാം. നമുക്ക് റഷ്യയുടെ ഒരു പെരിമീറ്റർ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ അങ്ങനൊരു വിമാനം അമേരിക്കയ്ക്കുണ്ട്. ഡൂം ഡേ പ്ലെയിൻ എന്ന് പറയുന്ന പ്ലെയിൻ. അതിന് E-43 നൈറ്റ് വാച്ച്, ഒരു ബോയിങ് 747-200 വിമാനം മാറ്റിയെടുത്ത വിമാനമാണ്. ഒരു വിമാനം പറന്നത് ഇത്ര വാർത്തയാണോ എന്ന് ചോദിച്ചാൽ ഈ വിമാനം അങ്ങനെ പറക്കാറുണ്ട്. ആണവായുധ യുദ്ധങ്ങളുണ്ടാകുമ്പോൾ അത്തരം ഭീഷണിയുള്ളപ്പോൾ മാത്രം പറക്കുന്ന വിമാനം കഴിഞ്ഞ ജനുവരി 6-ാം തീയതി നെബ്രാസ്കയിൽ നിന്ന് വാഷിങ്ടൺ DC-ക്ക് സമീപത്തേക്ക് പറന്നു. അതിനുശേഷം ക്യാമ്പ് സ്പ്രിങ്സിലേക്ക് എത്തി. അവിടെ നിന്ന് ജനുവരി 8-ാം തീയതി അത് ലോസ് ആഞ്ചൽസിൽ വന്നിറങ്ങി. ഇത് ലോകത്തെമ്പാടും പ്രതിരോധ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളും വ്യോമയാന നീക്കങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളും കണ്ടു. കാരണം ഈ വിമാനം മുമ്പ് പറന്നത് വേൾഡ് ട്രേഡ് സെൻറ്റർ വിമാനം ഇടിച്ച് തകർത്തല്ലോ. ആ സമയത്താണ് ഈ വിമാനം മുമ്പ് പറന്നത്. പരസ്യമായി ഈ വിമാനം പറക്കാറില്ലായിരുന്നു. അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയായ പീറ്റ് ഹെക്സത്ത് ഈ വിമാനത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. 112 പേർക്ക് വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഏറ്റവും ആധുനികമായ സംവിധാനമുള്ള വിമാനമാണ്. ഈ വിമാനത്തിന് ആകാശത്ത് വെച്ച് ഫ്യൂവൽ നിറയ്ക്കാൻ പറ്റും. അങ്ങനെ പറന്നു കഴിഞ്ഞാൽ 3 മാസം വരെയൊക്കെ വിമാനത്തിന് ആകാശത്ത് നിൽക്കാം, റീഫ്യൂവൽ ചെയ്ത്. അതിൻ്റെ എൻജിൻ ഓയിൽ തീരുന്നവരെ പറന്ന് നിൽക്കാൻ പറ്റും. അതിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാ കമാൻഡുകളും, അതായത് ലോകത്തുള്ള എല്ലായിടത്തും, ലോകത്തുള്ള എന്ന് പറയുന്നത് അമേരിക്കയുടെ അന്തർവാഹിനികളുടെ എല്ലാ രാജ്യത്തിൻ്റെ അന്തർവാഹിനികളും ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലൂടെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അവർക്കെല്ലാം കമാൻഡ്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു പറക്കും പെൻറ്റഗൺ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. ആ വിമാനം അസാധാരണമായ രീതിയിൽ പറന്നു എന്നതാണ് വാർത്ത. അപ്പോൾ എന്താണ്, ഒരു ആണവ യുദ്ധം വരാൻ പോകുന്നുണ്ടോ എന്നൊരു ആശങ്ക വല്ലാതെ വരുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇറാന് നേരെ ആക്രമിക്കാൻ പോകുന്നു. ഇവിടെ ക്യൂബയോട് പറഞ്ഞിരിക്കുന്നു, ട്രംപ് പറഞ്ഞിരിക്കുന്നു, ക്യൂബയിൽ ഇനി പ്രസിഡന്റ് റൂബിയോ ആയിരിക്കും. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി റൂബിയോ ക്യൂബൻ പ്രസിഡന്റ് ആവുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് പിടിച്ചെടുക്കും എന്ന് പറയുന്നു. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും എന്ന് പറയുന്നു. ഗ്രീൻലാൻഡിലേക്ക് യൂറോപ്പിൻ്റെ കപ്പൽപ്പട ഗ്രീൻലാൻഡിലേക്ക് പോകുന്നു. ഡെൻമാർക്കിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും അവിടെ ഇറങ്ങിയാൽ ആദ്യം വെടി, പിന്നെയാണ് വർത്തമാനം എന്ന് പറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ഗ്രീൻലാൻഡിൽ ഇറങ്ങി. അങ്ങനെ ലോകത്ത് വല്ലാത്ത ഒരു അരക്ഷിതാവസ്ഥ. വെനസ്വേല ആക്രമണത്തിന് ശേഷം ഇറാനിൽ ഇപ്പോൾ റിജീം ചേഞ്ച് ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുക. എപ്പോൾ വേണമെങ്കിലും അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ, ചിലപ്പോൾ അമേരിക്ക ആക്രമിക്കുക അല്ലെങ്കിൽ ഇസ്രായേലെ കൊണ്ടടിപ്പിക്കും. അങ്ങനെ ഭരണമാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു. അപ്പോൾ ലോകം വല്ലാത്തൊരു കാലുഷ്യത്തിലേക്ക് നീങ്ങുക. റഷ്യയുടെ കൊടികൾ വെച്ച കപ്പലുകൾ അമേരിക്ക പിടിച്ചെടുത്തു. അതിൽ റഷ്യക്കാരെ വിട്ടയച്ചു കേട്ടോ. 3 റഷ്യക്കാരുണ്ടായിരുന്നു, അവരെ അപ്പോഴേ വിട്ടയച്ചു. അപ്പോൾ റഷ്യയുടെ കപ്പലല്ല ഈ കപ്പൽ, റഷ്യയുടെ കൊടി ഉയർത്തിയതാണ്. അത് പിടിച്ചെടുത്തു. അങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. വെനസ്വേലയുടെ നീക്കം ഉണ്ടായപ്പോഴത്തേക്ക് റഷ്യൻ യുദ്ധക്കപ്പലുകൾ വെനസ്വേലൻ കടലിലേക്ക്, കരീബിയൻ കടലിലേക്കൊക്കെ നീങ്ങിയിട്ടുണ്ട്. അങ്ങനെ ലോകം വല്ലാത്തൊരു ടെൻഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അമേരിക്കയുടെ ഡൂം ഡേ പ്ലെയിൻ പറക്കുന്നതായി ഫ്ലൈറ്റ് റഡാർ സിസ്റ്റത്തിലൊക്കെ കണ്ടത് വല്ലാത്തൊരു ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം പരസ്യമായി പറക്കുന്ന വിമാനം എന്തിനാണ് ഇപ്പോൾ പറന്നത്? അതിനകത്ത് ഇതിൻ്റെ പ്രതിരോധശേഷി വളരെയാണ്. അതായത് ഇലക്ട്രോണിക്കലി ആയിട്ടുള്ള, നമ്മളിപ്പം ഈ ഇലക്ട്രോണിക് സിഗ്നലുകളൊക്കെ പ്രതിരോധിക്കും. പിന്നെ അതിനകത്ത് ഈ വിമാനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, പഴയ അനലോഗ് സിസ്റ്റമാണ്, ഡിജിറ്റൽ അല്ല. അതിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം മീറ്ററുകളാണ്, ഡിജിറ്റൽ വരുന്ന. അപ്പോൾ ഒരു തരത്തിലും ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത സംവിധാനങ്ങളുള്ള റേഡിയേഷൻ, വിൻഡോസ് വരെ, അതിൻ്റെ ജനലുകളുണ്ടോ, ജനലുകൾ വരെ പ്രതിരോധ വയർ മെഷൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതായത് പുറത്തൊരു ആണവ സ്ഫോടനം നടന്നാൽ പോലും ഈ വിമാനത്തെ ബാധിക്കില്ല. ആ തരത്തിൽ അതിനകത്ത് റേഡിയേഷൻസ് അങ്ങോട്ട് വരാത്ത തരത്തിലുണ്ടാക്കി വെച്ചിരിക്കുന്ന വിമാനമാണിത്. അപ്പോൾ ഇതിൻ്റെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനാണ്. ഇതിൻ്റെ മുൻഭാഗത്ത് വലിയൊരു കൂന് പോലെ കാണാം. അതിനകത്ത് 60-ൽ പരം സാറ്റലൈറ്റ് ഡിഷ് ആൻ്റനകളുണ്ട്. സബ്മറൈൻസിലും ഒക്കെ ബന്ധപ്പെടാൻ പറ്റും. ഇത് മാത്രമല്ല, അതിൽ നിന്ന് വേണമെങ്കിൽ 5 മൈൽ വരെ, ബാക്കി എല്ലാ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും മുറിഞ്ഞു പോയാൽ ഈ കൂന് പോലിരിക്കുന്ന ഭാഗത്തു നിന്ന് 5 മൈൽ വരെ നീളത്തിൽ കേബിൾ താഴേക്ക് വരും. കേബിൾ വന്ന് കടലിൽ കിടക്കുന്ന സബ്മറൈൻസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള സംവിധാനം വരെയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ ജെമിനി നോക്കിയപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ വിമാനത്തെക്കുറിച്ച് ഞാൻ അത്യാവശ്യം നമ്മുടെ AI വെച്ചൊക്കെ അത് പരതി നോക്കി. അപ്പോൾ ഇത്തരം ഈ വിമാനം ഇങ്ങനെ പറക്കുന്നു എന്നുള്ളത് വലിയ അസാധാരണമായ സിറ്റുവേഷൻ. അമേരിക്ക എന്തൊക്കെയോ കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നു. ഒരു ലോക യുദ്ധം ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്ത് തരത്തിൽ
അമേരിക്ക കണക്ക് കൂട്ടുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ പറക്കുന്ന പെൻറ്റഗണിനെ വരെ ഇറക്കി ഒരു ആണവ യുദ്ധം ഉണ്ടായപ്പോലും ഞങ്ങൾ നേരിടാൻ തയ്യാറാണെന്നും മറ്റുള്ളവരെ കാണിക്കാനുള്ള നീക്കമാണോ എന്നും ഒരു സംശയമുണ്ട്. ഏതായാലും അമേരിക്ക ഒന്ന് മസിൽ പെരുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ അമേരിക്കൻ പ്രസിഡന്റ് പോകുമ്പോഴത്തേക്ക് ഒരാൾ സ്യൂട്ട് കേസ്, കറുത്ത സ്യൂട്ട് കേസ് പിടിച്ചിരിക്കുന്നതാണ്. അതിനകത്ത് പ്രസിഡൻഷ്യൽ എമർജൻസി സാച്ചൽ എന്നാണ് പറയുന്നത്. ഒരു ബ്ലാക്ക് ബുക്ക് ഉണ്ട്. അതിനകത്ത് ഈ ബ്ലാക്ക് ബുക്ക് എന്ന് പറയുന്ന സാധനം അപ്പോൾ നമ്മൾ കാണാനുണ്ട്. അതിനകത്ത് ഒരു ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പിൽ കീയൊക്കെ ഉണ്ട്. പ്രസിഡൻ്റായിട്ട് ടക്ക് ടക്ക് എന്നിട്ട് പാസ്വേഡ് അടിക്കുമ്പോൾ ഇങ്ങനെ ബോംബുകളൊക്കെ മിസൈലുകളൊക്കെ പറന്നു പോകും എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. ഇത് ശരിക്കും ഒരു ബ്ലാക്ക് ബുക്ക് ബ്ലൂ ബുക്ക് എന്നൊക്കെ പറയത്തില്ല, ഒരു ബ്ലാക്ക് ബുക്ക് എന്ന് പറയുന്ന ഒരു ബുക്കാണ് ഈ പ്രസിഡൻഷ്യൽ എമർജൻസി സാച്ചലിലുണ്ടാവുക. പ്രസിഡന്റ് പോകുന്നിടത്തൊക്കെ ഉണ്ടാവും. അമേരിക്കൻ പ്രസിഡന്റ് പോകും. നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ പോകുമ്പോഴും ഒരു പെട്ടി കാണാം. അതിനെക്കുറിച്ച് പറയുന്നത് അത് ഇത്തരം ചിലർ പറയുന്നത് നമ്മുടെ ആണവ കേന്ദ്രത്തിൻ്റെ കോഡൊക്കെ ഉള്ളതാണെന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെയല്ല, അത് ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റാണ്. പെട്ടെന്നൊരു ഈ പറഞ്ഞ VVIPക്ക് ഒരു ആവശ്യം വന്നാൽ അപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥൻ അത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റാക്കി മാറ്റിയിട്ട് ആ VVIPയെ ധരിപ്പിക്കും എന്ന് പറയുന്നവരുണ്ട്. ഷീൽഡായിട്ട് പിടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതായിരിക്കാം, എന്തുപോട്ടെ. പക്ഷേ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കൂടെയുള്ള ഈ കറുത്ത പെട്ടി ഈ ബുള്ളറ്റ് പ്രൂഫ് ഷീൽഡൊന്നുമല്ല, അത് അമേരിക്കൻ ആണവ കമാൻഡുകളുടെ രഹസ്യമാണ്. അതുകൂടാതെ അതിനകത്ത് ഒപ്പം ഒരു ചെറിയ കാർഡുണ്ട്. ഈ കാർഡെന്ന് പറയുന്നത്, കാർഡിലാണ് അമേരിക്കൻ പ്രസിഡൻറ്റിന് മാത്രം അറിയാവുന്നൊരു കോഡുണ്ട്. അമേരിക്കൻ പ്രസിഡൻറ്റിനും അമേരിക്കൻ കമാൻഡിന് മാത്രം അറിയാവുന്ന കോഡ്. ഈ കോഡ് ഒരു ആണവായുധം പ്രയോഗിക്കാനുള്ള ഒരു ഉത്തരവ് വന്നാൽ അത് പ്രസിഡൻറ്റ് തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നതെന്ന് ആർക്ക് മനസ്സിലാവണം? കമാൻഡിന് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ് പ്രസിഡൻറ്റിന് മാത്രം അറിയാവുന്ന ഒരു കോഡുള്ള കാർഡ് കൂടെ ഇതിനൊപ്പം വെച്ചിരിക്കുന്നത്. അത് ആ പ്രസിഡൻറ്റിന് മാത്രമേ അറിയാവുള്ളൂ. പ്രസിഡൻറ്റ് ആ കോഡ് അടിച്ചു കഴിഞ്ഞാൽ കമാൻഡിന് മനസ്സിലാവും പ്രസിഡൻറ്റ് ഓർഡർ വന്നിരിക്കുന്നു. പിന്നെ മിസൈലുകൾ ചാർജ് ചെയ്യും. ഇതാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഇങ്ങനെയുള്ള ഇതെല്ലാം ചേർന്ന ഒരു സാധനമാണ് ഈ ഡൂംഡേ പ്ലെയിൻ എന്ന് പറയുന്ന സാധനം. ഇതെല്ലാ സംവിധാനങ്ങളും ചേർന്നിട്ട് പ്രസിഡന്റ് പോകുന്ന വഴിക്ക് ഈ പറയുന്ന ബോക്സുമായിട്ട് പോകുന്ന സംവിധാനമൊക്കെ ഒപ്പം പോകും. പക്ഷേ ഇങ്ങനെയുള്ള വിമാനം എന്തിനാണ് ജനുവരി 6-നും 8-നും പറന്നത്? ആരെ പേടിപ്പിക്കാൻ? ചൈനയെ പേടിപ്പിക്കാനോ റഷ്യയെ പേടിപ്പിക്കാനോ? അതോ വേണ്ടി വന്ന 2026 എന്ന് പറയുന്ന വലിയ സംഘർഷം നിറഞ്ഞൊരു വർഷമായിരിക്കുന്ന പ്രവചനങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് ഞങ്ങൾ എന്തിനും തയ്യാറാണ്, ഞങ്ങളോടൊന്ന് മല്ലടിക്കാനുള്ളതെങ്കിൽ വാട എന്ന് ഒരു മസിൽ പെരുക്കി കാണിക്കുന്നതാണോ എന്നൊരു സംശയം പൊതുവിലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് നോക്കി, ഇത് അമേരിക്കയുടെ ഇപ്പം ശത്രു എന്ന് പറയുന്നത് നേരിട്ട് പറയുന്നില്ലെങ്കിലും റഷ്യയാണ്. ചൈന ശത്രുവാണ്. പക്ഷേ റഷ്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധമാണ്. റഷ്യയോടാണ് ഈ മല്ല് മുഴുവൻ പിടിക്കുന്നത്. അപ്പോൾ റഷ്യക്ക് എന്താണ് സംഭവം ഉള്ളതെന്ന് നോക്കിയാൽ, റഷ്യക്കുണ്ട് പറക്കും ക്രെംലിനുണ്ട്. റഷ്യയുടെ ഈ മാക്സ്ഡോം എന്ന് പറയുന്ന ഇല്യൂഷൻ റഷ്യൻ വിമാനങ്ങൾ, റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ വിമാനം ഇല്യൂഷനാണ്. ഇല്യൂഷൻ LL-80 എന്ന് പറയുന്ന ഒരു വിമാനം ഇവർക്കുമുണ്ട്. ഈ പറക്കുന്ന ഈ ആണവ കമാൻഡ് വിമാനം, അതിൻ്റെ മാക്സ്ഡോം എന്നാണ് അതിൻ്റെ പേര്. ഇത് ഇല്യൂഷൻ 11 LL-96-400M അതിന് സൊവീനോ എന്നാണ് പേര്. സെവിനോ എസ് എന്ന് പറഞ്ഞ ഒരു വിമാനം റഷ്യക്കുണ്ട്. ഇപ്പോൾ അത് പരിശോധിച്ച് വരുമ്പോഴാണ് ഈ വിമാനം സമീപത്ത് ഉക്രൈനുമായിട്ടുള്ള വാർ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ മോസ്കോയ്ക്ക് മുകളിൽ ഈ വിമാനം പറന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് വായിക്കണം. റഷ്യയുടെ ഈ ആണവ വിമാനം പറക്കുന്നു, ഇപ്പോൾ അമേരിക്കയുടെ പറക്കുന്നു. അങ്ങനെ മറ്റ് റഷ്യയുടെ പറക്കുന്ന ഉറപ്പായിട്ടും ഉക്രൈനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആക്രമിച്ചിട്ടുണ്ട്, നാളെ നാറ്റോ കീറ്റോ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ വന്നേക്കരുത്, വേണ്ടി വന്നാൽ ഞാനൊരു ആണവ യുദ്ധത്തിന് തയ്യാറാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെവിനോ എസ് എന്ന് പറയുന്നത്. അവരുടെ ഈ പറക്കും ക്രെംലിൻ, ഈ റഷ്യൻ പ്രസിഡൻറ്റ് പുട്ടിൻ്റെ വിമാനത്തിനെയും പറക്കും ക്രെംലിൻ എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ ഇത് സൈനിക ആവശ്യത്തിനുള്ളതാണ്, അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വെല്ലുവിളി ഇപ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിൽ നടക്കുകയാണ്. തങ്ങളുടെ കയ്യിലുള്ള ഈ പറയുന്ന അതീവ സുപ്രധാനമായ ആണവ കമാൻഡ് തുല്യമായ ഈ വിമാനങ്ങൾ പറത്തിക്കൊണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചൈനയ്ക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറയുന്നത് Y-20 എന്നാണ് ഇത് പറയുന്നത്. നമ്മുടെ ഇന്ത്യക്ക് ഇതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയുടെ നമ്മുടെ പ്രധാനമന്ത്രി ചോദിക്കുന്ന എയർ ഇന്ത്യ 1 ഉണ്ടല്ലോ, എയർ ഇന്ത്യ 1-നും വേണമെങ്കിൽ ഇത്തരം സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്താൻ കഴിയുമായിരിക്കുമെന്ന് ഗൂഗിൾ പറയുന്നുണ്ട്. അറിയില്ല, അത് കാരണം ഇതൊക്കെ സൈനിക രഹസ്യങ്ങളാണ്. നമ്മുടെ പ്രധാനമന്ത്രി പോകുന്ന വിമാനത്തിന് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് എന്ന് പത്രത്തിൽ കൊടുത്തിട്ടല്ല പോകുന്നത്. ആ റഷ്യയുടെ പ്രസിഡൻ്റാണെങ്കിലും അമേരിക്കൻ പ്രസിഡൻ്റാണെങ്കിലും ഇതൊക്കെ അതീവ രഹസ്യമാണ്. പക്ഷേ ലോകത്തൊരു വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാക്കാൻ ഇപ്പോൾ അമേരിക്കയുടെ ഇടപാടുകൾ, നയങ്ങൾ കാരണമാകുന്നുണ്ട്. ഒപ്പം ഈ പറഞ്ഞതുപോലെ അവർ ആണവ യുദ്ധത്തെ സൂചിപ്പിക്കുന്ന ഈ ഡൂംഡ് പ്ലെയിൻ ഇപ്പോൾ പറക്കുന്നത്
കാരണം അമേരിക്ക പലരെയും ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളൊരു ആണവ യുദ്ധത്തിന് വരെ തയ്യാറാണ് എന്ന് കാണിക്കുന്ന ഈ 4B നൈറ്റ് വാച്ച് എന്ന് പറഞ്ഞ വിമാനം ഇപ്പോൾ പറന്നതായിട്ടുള്ള വാർത്ത ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്.